പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്നോട് ചെയ്യുന്ന 10ാം ക്ലാസ്സുകാരുടെ മാത്സ് 5th ലെസൺ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠത്തിലെ 10ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഓൾറെഡി 9 പാർട്ടുകൾ ചെയ്തു കഴിഞ്ഞു. അതിന്റെ എല്ലാ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആവശ്യമുള്ളവർക്ക് നോക്കാം. അതുകൂടാതെ ആദ്യം 4 പാഠങ്ങൾ പൂർണ്ണമായി പഠിപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ ആദ്യ ഭാഗങ്ങളുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ചാനൽ ആദ്യമായി സന്ദർശിക്കുന്നവർക്ക്, ആദ്യം മുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ലിങ്കുകൾ സന്ദർശിച്ച് പഠിക്കാവുന്നതാണ്. ഇന്ന് പഠിപ്പിക്കുന്നത് ട്രിഗണോമെട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. മേൽക്കോണും കീഴ്ക്കോണും സംബന്ധിച്ച അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തുടങ്ങുകയാണ് ഇന്ന്. ഈ ചോദ്യങ്ങൾ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്നവയാണ്, കൂടുതൽ മാർക്കിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണുക, നന്നായി മനസ്സിലാക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യ ചോദ്യം വായിക്കാം. നിങ്ങൾ പേജ് 120 അവസാനമായിട്ട് ഈ ചോദ്യം എഴുതിയിട്ടുണ്ട്. ഒരു തോടിനരികത്ത് നിൽക്കുന്ന ഒരു കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിന്റെ മുകളറ്റം 70 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. 10 മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അത് 25 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. കുട്ടിയുടെ ഉയരം 1.5 മീറ്റർ. തോടിന്റെ വീതിയും മരത്തിന്റെ ഉയരവും കണക്കാക്കുക. ഓക്കെ, ഇതാണ് ചോദ്യം. ചോദ്യം എഴുതുക. നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. A boy standing at the edge of a canal sees the top of a tree at an elevation of 70 degree. Stepping 10 meters back, he sees it at an elevation of 25 degree. The boy is 1.5 meters tall. How wide is the canal and how tall is the tree? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യം എഴുതുക. നമുക്ക് ചെയ്യാം. നമുക്കത് എങ്ങനെയാണ് തന്നിട്ടുള്ള ഡേറ്റാസ് വെച്ചൊരു പടം വരയ്ക്കുന്നത് നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു തോടിന്റെ കരയിൽ നിൽക്കുന്ന ഒരു മരം കണ്ടോ. ഇതാണ് തോടെന്ന് വിചാരിക്കുക, ഇതാണ് മരം. അക്കരയിൽ നിൽക്കുകയാണ്. ഇക്കരയിൽ നിൽക്കുന്ന ഒരു കുട്ടി ഈ മരത്തിന്റെ മുകളറ്റം 70 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു എന്നാണ്. ഓക്കെ, അപ്പൊ അത് ഏത് കോണാണ് അടക്കുന്നത്? ആ കുട്ടി മരത്തിന്റെ മുകളിലേക്ക് നോക്കുന്നതാണ് ഈ വരച്ചിരിക്കുന്നത്. കുട്ടിയുടെ ഉയരം സെപ്പറേറ്റ് തന്നിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഉയരത്തിൽ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ മേൽക്കോണും കീഴ്ക്കോണും അളക്കുന്നത് അവന്റെ നേർരേഖ കണ്ടോ, നേർ വീക്ഷണ രേഖയുടെ അടിസ്ഥാനത്തിലല്ലേ. അതുകൊണ്ട് ഇത് 70 ഡിഗ്രി. അതിന്റെ സ്ട്രെയിറ്റ് വ്യൂ ആണ് ഇത്, അതായത് നേർ വീക്ഷണ രേഖ. അതിൽ നിന്നാണ് മേൽക്കോണും കീഴ്ക്കോണും അളക്കുന്നത്. അപ്പം മുകളിലോട്ടും അല്ല താഴോട്ടും അല്ലാതെ അവൻ നേരെ നോക്കിയിരുന്നെങ്കിൽ ഉള്ള ആ വ്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അവൻ മുകളിലോട്ടുള്ള നോക്കിയ വ്യൂ ആണ് ഈ വരയിൽ കൊടുത്തിരിക്കുന്നത്. ആ 2 വരകൾ തമ്മിൽ കൂടിച്ചേരുന്നതാണ് മേൽക്കോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് കനാലാണ്, ഇത് മരമാണ്, ഇത് കുട്ടിയാണ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? 10 മീറ്റർ പുറകോട്ട് മാറി നിന്ന് നോക്കിയപ്പോൾ കണ്ടോ, ഇവിടുന്ന് കുറച്ചുകൂടി ആ കുട്ടി പുറകോട്ട് മാറി നിന്ന്, ഇത് 10 മീറ്റർ ആണ്. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം 10 മീറ്റർ ആണ്. അവിടെ നിന്ന് കുട്ടി മാറി നോക്കിയപ്പോൾ കുട്ടിയുടെ ഉയരത്തിന് മാറ്റമില്ല. ഓക്കെ, അപ്പോഴും അവന്റെ സ്ട്രെയിറ്റ് വ്യൂ നമ്മൾ വരച്ചു കൊടുക്കുക. അത് മറ്റേ വരയുമായിട്ട് യോജിച്ചു പോകും. അവിടെ നിന്ന് നോക്കിയപ്പോൾ മരത്തിന്റെ മുകളറ്റം 25 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു എന്നാണ് പറയുന്നത്. കണ്ടോ, അപ്പൊ മേൽക്കോൺ മാറി. തോടിന്റെ കരയിൽ നിന്നപ്പോ 70 ഡിഗ്രി മേൽക്കോണിൽ കണ്ടത് കുറച്ചുകൂടെ ബാക്കിലോട്ട് പോകുന്നത് കോൺ കുറയും. അത് സ്വാഭാവികമാണ്. അത് 25 ഡിഗ്രി ആയിട്ട് കുറഞ്ഞു. ഓക്കെ, ഇത്രയും ഡേറ്റാസ് ആണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കണമെങ്കിൽ കുട്ടിയുടെ ഉയരം തന്നിട്ടുണ്ട് 1.5 മീറ്റർ. ഇത് 2 കുട്ടി തന്നെയാണ്. ആദ്യം നിന്ന പൊസിഷനാണ് ഇത്, ഇത് സെക്കൻഡ് പൊസിഷൻ. ഓക്കെ, എന്നിട്ട് കണ്ടുപിടിക്കേണ്ടത് കനാലിന്റെ വീതിയും മരത്തിന്റെ ഉയരവുമാണ്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യും നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ കുറച്ച് ചതുരം ഉണ്ടായാലും ഇവിടെ ഒരു ചതുരം, ഇവിടെ ഒരു ചതുരം ഉണ്ടായി. കാരണം ഇത് 1.5 ആയത് കാരണം ഇതും 1.5 തന്നെയാണ്. അപ്പൊ മരത്തിന്റെ ഉയരത്തിൽ ഇവിടെ ഇവിടം വരെയാണ് പോർഷൻ പിടിച്ചത്. താഴെ മുതൽ ഇവിടം വരെയാണ് മരത്തിന്റെ ഉയരം. അതിൽ ഇത്രയും നമുക്ക് കിട്ടി 1.5 എന്ന്. ബാക്കി കൂടെ കിട്ടിയിട്ട് അതിനെ നമുക്ക് 1.5 കൂട്ടിയാൽ മതി. മരത്തിന്റെ ഉയരം ലഭിക്കും. തോടിന്റെ വീതിയും കണ്ടുപിടിക്കണം. ഇവിടെ നോക്കൂ, ഇവിടെ 2 മട്ടത്രികോണം ഉണ്ടായി. ഈ 70 ഡിഗ്രി വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. കണ്ടോ, ഇതൊരു മട്ടത്രികോണം അല്ലേ? ഈ താഴെയുള്ള ചതുരം ശ്രദ്ധിക്കണ്ട. ഈ മട്ടത്രികോണത്തിൽ നോക്ക് എന്തെല്ലാം ഉണ്ടെന്ന് നോക്കുക. ഒരു ന്യൂനകോണുണ്ട്, പക്ഷെ ഒരു വശമില്ല. കണ്ടോ, ഈ വശവും തന്നിട്ടില്ല, ഈ വശവും തന്നിട്ടില്ല, അതിന്റെ കർണവും തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ മട്ടത്രികോണം നോക്കുക. രണ്ടാമത്തെ മട്ടത്രികോണം എന്നുള്ളത് ഈ വലിയ മട്ടത്രികോണമാണ്. കേട്ടോ, 25 ഡിഗ്രി വരുന്നത്. ഈ നടുക്കുള്ള വര നിങ്ങൾ അതിൽ ശ്രദ്ധിക്കണ്ട. ഈ മട്ടത്രികോണത്തിൽ നോക്കൂ, അവിടെ ഒരു കോൺ തന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഒരു വശം പൂർണ്ണമായും തന്നിട്ടില്ല. ഇവിടുന്ന് ഇവിടം വരെ 10 മീറ്റർ ആണ്. ഇത് 10 മീറ്റർ ആകുമ്പോൾ ഈ വശവും 10 മീറ്റർ ആണ്. എതിർവശങ്ങൾ ഒരു ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണല്ലോ. ഇത് 1.5 വരുമ്പോൾ ഇത് 10 മീറ്റർ, ഇതും 10 മീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ടാമത് പറഞ്ഞ വലിയ മട്ടത്രികോണത്തിന്റെ ഈ ഒരു വശം ഫുൾ തന്നിട്ടില്ല. അതിന് പകരം ഇവിടുന്ന് ഇവിടം വരെയുള്ള വശം 10 മീറ്റർ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി എക്സ് എന്ന് സങ്കല്പിക്കാം. കണ്ടോ, ഇവിടുന്ന് ഇവിടം വരെ 10, ഇവിടുന്ന് ഇവിടം വരെ എക്സ്. അപ്പൊ ഈ ഫുൾ നീളം നമുക്ക് x + 10 എന്ന് എഴുതാലോ. ഓക്കെ, ഇതിന് എക്സ് എന്ന് സങ്കല്പിക്കാം.
നമുക്ക് കണ്ടുപിടിക്കേണ്ട മരത്തിന്റെ ബാക്കി ഉയരത്തെ y എന്ന് സങ്കല്പിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ പേരൊക്കെ കൊടുക്കാം. ഇത് എ ബി സി ഡി ഇ എഫ് ജി. ഇ എഫ് സി ഡി എ ബി ഇതെല്ലാം ആളിന്റെ ഉയരമാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്ന മരത്തിന്റെ ഉയരം എന്ന് പറയുന്നത് എഫ് ജി ആണ്. കനാലിന്റെ വീതി എന്ന് പറയുന്നത് സി ഇ ആണ്. അപ്പൊ സിഇയും എഫ് ജിയും കണ്ടുപിടിക്കണം. എഫ് ജി കണ്ടുപിടിച്ചിട്ട് അതിന്റെ കൂടെ ഇ എഫ് കൂടെ കൂട്ടണം. അപ്പൊ മരത്തിന്റെ ഉയരമാണ്. എന്തുണ്ട് വഴി? ആലോചിച്ച് നോക്കുക. ഇങ്ങനെ മൾട്ടി ട്രയാങ്കിൾസ് വരാൻ നേരത്ത്, അതായത് ഒന്നിലധികം മട്ടത്രികോണങ്ങൾ വരാൻ നേരത്ത് ചെയ്യുന്നതിന് ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കേണ്ടി. ഇങ്ങനെ ഇത്രയും ഡേറ്റാസ് വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇങ്ങനെ വരാൻ നേരത്ത് നമ്മൾ ഉടനെ പെട്ടെന്ന് നമ്മുടെ ചിന്ത പോകേണ്ടത് ഈ രണ്ട് മട്ടത്രികോണം തന്നിട്ട് ഇതിന്റെ കോമൺ സൈഡ് ഏതുണ്ടെന്ന് നമ്മൾ നോക്കണം. കണ്ടോ, നമ്മുടെ മട്ടത്രികോണം നമുക്ക് വായിക്കാം. ആദ്യത്തെ മട്ടത്രികോണം എഫ് ഡി ജി. ഈ എഫ് ഡി ജിയിലെ ഒരു വശമാണ് എഫ് ജി അഥവാ ഈ y എന്ന് സങ്കല്പിച്ചിരിക്കുന്നത്. അതേ വശം തന്നെ എ എഫ് ജി എന്ന് പറയുന്ന വലിയ ത്രികോണത്തിന്റെ ഒരു വശമല്ലേ എ എഫ് ജി. കണ്ടോ, അപ്പൊ രണ്ട് ത്രികോണങ്ങൾക്കുള്ള കോമൺ സൈഡ് പൊതുവശമാണ് എഫ് ജി എന്ന് പറയുന്നത്. ഉണ്ടോ, ഈ ജി ഡി എഫ് അല്ലെങ്കിൽ എഫ് ഡി ജി എന്ന് പറയുന്ന മട്ടത്രികോണത്തിനും ഈ ഒരു വശമാണ് എഫ് ജി. എ എഫ് ജി എന്ന് പറയുന്ന മട്ടത്രികോണത്തിന്റെ ഒരു വശമാണ് എഫ് ജി. അപ്പൊ നമുക്ക് ഈ ത്രികോണം വെച്ചുകൊണ്ടും y കണ്ടുപിടിക്കാം, ഈ വലിയ ത്രികോണം വെച്ചുകൊണ്ടും y കണ്ടുപിടിക്കാം. ആ രണ്ടുത്തരവും സെയിം തന്നെ ആയിരിക്കില്ല. രണ്ടുത്തരം എനിക്ക് കിട്ടുന്നത്, പക്ഷെ അത് സെയിം ആയിരിക്കും. അങ്ങനെ സെയിം ആണ് എന്ന് വെച്ചുകൊണ്ട് നമുക്ക് എക്സിന്റെയോ വൈയുടെയോ വില കണ്ടുപിടിക്കാം. ഓക്കെ, എക്സിന്റെ വില കിട്ടും. ആ എക്സിന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് വൈയുടെ വില കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ഇതിന്റെ ആൻസറിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാം. ആദ്യം നമുക്ക് ഏത് മട്ടത്രികോണം എടുക്കാം? ചെറിയ മട്ടത്രികോണം എടുക്കാം. ഇൻ റൈറ്റ് ട്രയാങ്കിൾ ഡി എഫ് ജി. ഇത്രയും പടം ആദ്യം വരയ്ക്കണം. ഈ പടം വരയ്ക്കുന്നതിന് ഒരു മാർക്കുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പടം കറക്റ്റ് ആയിരുന്നാൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന കണക്കുകളും കറക്റ്റ് ആവുകയുള്ളൂ. അപ്പൊ ഇൻ റൈറ്റ് ട്രയാങ്കിൾ ഡി എഫ് ജി, മട്ടത്രികോണം ഡി എഫ് ജിയിൽ അതിന് തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതാം. കോൺ ഡി സമയം 70 ഡിഗ്രിയാണ്, ശരിയല്ലേ? ഇനി ഡി എഫ് സമം എക്സും ഇഫ് നമ്മൾ സങ്കല്പിക്കുകയാണ്. ഇഫ് ഡി എഫ് ഈസ് ഇക്വൽ ടു എക്സ്, ഡി എഫ് തന്നെയാണ് സിഇ എന്ന് പറയുന്നത്. ഇത് എക്സ് ആണെങ്കിൽ സിഇയും എഫ്, അതായത് കനാലിന്റെ വീതി അത് തന്നെയാണ് കേട്ടോ സിഇ. നമുക്ക് സിഇ ആദ്യം എഴുതാം. കനാലിന്റെ വീതി അതാണല്ലോ. സിഇ ഈസ് ഇക്വൽ ടു ഡി എഫ് ഈസ് ഇക്വൽ ടു എക്സ്. കണ്ടോ, സിഇയും ഡി എഫും എക്സ് ആയാൽ മാത്രമല്ല അപ്പുറത്തോളം കൂടെ സങ്കല്പിച്ചല്ലോ, ആൻഡ് എഫ് ജി ഈസ് ഇക്വൽ ടു വൈ. കണ്ടോ, അപ്പൊ മലയാളം പഠിക്കാൻ എന്തെഴുതും? സിഇ സമം ഡി എഫ് സമം എക്സും എഫ് ജി സമം വൈയും ആയാൽ ഇത് രണ്ടും നമ്മൾ സങ്കല്പിച്ചതാണ്. അപ്പൊ ആ മട്ടത്രികോണത്തിന്റെ ഒരു ന്യൂനകോണമായി അതിന്റെ ഒരു വശം എക്സ് എന്ന് തന്നിട്ടുണ്ടെന്ന് എനിക്ക് ഈ എക്സ് എന്ന് പറഞ്ഞത് തന്നിട്ടുള്ള വശമാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പൊ നമുക്കത് ചെയ്യാൻ സാധിക്കലുണ്ട്. ഒരു ന്യൂനകോണമായി ഒരു വശം തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് y കണ്ടുപിടിക്കാം. എന്തുകൊണ്ടാണ് y കണ്ടുപിടിക്കുന്നത്? y ആണ് കോമൺ സൈഡ് ഈ രണ്ട് ട്രയാങ്കിൾ, അതുകൊണ്ടാണ് y കണ്ടുപിടിക്കുന്നത്. ഇനി ആലോചിച്ച് നോക്കുക, ഈ ചെറിയ ത്രികോണം മാത്രം നോക്കുക. ഈ 70ന്റെ ആരാണ് കണ്ടുപിടിക്കാനുള്ളത്? എതിർവശമല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ആണ്. തന്നിട്ടുള്ളതോ എക്സ് തന്നിട്ടുള്ളത് സങ്കല്പിക്കാനല്ലേ പറഞ്ഞത്. അപ്പൊ അത് 70ന്റെ സമീപവശവുമാണ്. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് എതിർവശം, തന്നിട്ടുള്ളത് സമീപവശം. ഉണ്ടോ, ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസന്റ് സൈഡ്, ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ ടാൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടാൻ എഴുതാം. ടാൻ 70. അപ്പൊ ഇത് കണ്ടുപിടിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ് അല്ലേ. ഇത് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ, അത് മനസ്സിലായാലും ഓരോന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടാൻ 70 ഈസ് ഇക്വൽ ടു 70നെ സംബന്ധിച്ച് ടാൻ എന്ന് പറയുന്നത് എതിർവശം ബൈ സമീപവശം. എതിർവശം ആരാണ്? എഫ് ജി ആണ്. സമീപവശം ഡി എഫ് ആണ്. നമുക്ക് വിലയിട്ട് കൊടുക്കാം. എഫ് ജി എന്ന് പറഞ്ഞാൽ y ആണ്, ഡി എഫ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഓക്കെ, ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ y ഈസ് ഇക്വൽ ടു നടുക്കുള്ളത് മൈൻഡ് ചെയ്യണ്ട, y ഈസ് ഇക്വൽ ടു ഇതൊരു ടാൻ 70 എക്സ് എന്ന് വരും. ഇതിന്റെ അർത്ഥം ടാൻ 70 ഇൻറ്റു എക്സ് ആണ്. അപ്പൊ y സമം ടാൻ 70 എക്സ്. ഒരെണ്ണത്തിന്റെ വില കിട്ടി. ഈ മട്ടത്രികോണം വെച്ചുകൊണ്ട് നമുക്ക് വൈയുടെ വില കിട്ടി. ഇനി നമുക്ക് അടുത്ത മട്ടത്രികോണത്തിലേക്ക് പോകാം. ഇൻ റൈറ്റ് ട്രയാങ്കിൾ, അടുത്ത മട്ടത്രികോണത്തിന്റെ പേരെന്താണ്? എ എഫ് ജി. ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ എഫ് ജി. അതിലും തന്നിട്ടുള്ള വിലകളെല്ലാം നമുക്ക് ആദ്യം എടുത്തെഴുതാം. ആംഗിൾ എ ഈസ് ഇക്വൽ ടു, ആംഗിൾ എ ഈസ് ഇക്വൽ ടു 25 ഡിഗ്രി ആണല്ലോ, അത് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഡേറ്റ് ആണ്. ഓക്കെ, അതുപോലെ എ എഫ് എന്ന് പറയുന്നത് എന്ത് വരും? എ എഫ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ഈ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള എക്സും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള 10ഉം കൂടെ കൂട്ടുന്നതാണ്.
അപ്പൊ എക്സ് പ്ലസ് 10 എന്ന് വരും. ഓക്കെ, എക്സ് പ്ലസ് 10 മീറ്റർ ആണ് AF എന്ന് പറയുന്നത്. ഇത്ര എഴുതിയിട്ട് ഇനി നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോയിലേക്ക് പോവാം. ഇവിടെ ആലോചിച്ച് നോക്കൂ, 25 ഡിഗ്രിയെ വെച്ച് നോക്കുമ്പോൾ ഈ y ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ നടുക്കുള്ള വര നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഇതില്ലെന്ന് തന്നെ അങ്ങ് വിചാരിക്കുക തൽക്കാലത്തേക്ക്. ഓക്കെ, അപ്പോ ഈ 25 വെച്ച് നോക്കുമ്പോൾ ഈ y എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. തന്നിട്ടുള്ളതോ ഈ എക്സ് പ്ലസ് 10 അത് അഡ്ജസന്റ് സൈഡ്. ഇവിടെയും ടാൻ തന്നെയാണ്, കണ്ടോ? അപ്പൊ ടാൻ 25 കണ്ടോ? ടാൻ 25 ആണ് ഓപ്പോസിറ്റ് സൈഡ് FG ബൈ അഡ്ജസന്റ് സൈഡ് AF ആണ്. നേരത്തെ അഡ്ജസന്റ് സൈഡ് DF ആയിരുന്നു, അത് ഈ ചെറിയ ത്രികോണത്തില് കണ്ടോ? ഈ ത്രികോണത്തില് DF ആയിരുന്നു. ഈ വലിയ ത്രികോണം വരാൻ നേരത്തെ അഡ്ജസന്റ് സൈഡ് AF ആകും. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് വിലയിട്ട് കൊടുക്കാം. FG എന്ന് പറഞ്ഞാൽ y ആണ്, AF എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 10 ആണ്. ഓക്കെ, ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എന്തൊരു y ഈസ് ഈക്വൽ ടു ടാൻ 25 ഇൻറ്റു എക്സ് പ്ലസ് 10 എന്ന് വരും. ഓക്കെ, y സമം ടാൻ 25 ഇൻറ്റു എക്സ് പ്ലസ് 10. ഇവിടെ ബ്രാക്കറ്റ് ഇടണം. എന്തുകൊണ്ടാണ്? ടാൻ 25 ഗുണിക്കുന്ന സ്ഥാനത്തിൽ 2 ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് അത് ബ്രാക്കറ്റ് ഇടണം. ഓക്കെ, ഒരു ഘടകം ഉണ്ടായിരുന്നു. ഇവിടെ നോക്കൂ, ടാൻ 70 ഇൻറ്റു എക്സ്, ഇവിടെ എക്സ് ഒരു ഘടകം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഒന്നും വേണ്ട, ഇൻറ്റു എക്സ് തന്നെ എഴുതിയാൽ മതി. ഇവിടെ ബ്രാക്കറ്റ് ഇട്ടാൽ എന്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ഈ ടാൻ 25 എക്സ് കൊണ്ട് ഗുണിക്കണം, ടാൻ 25 10 കൊണ്ട് ഗുണിക്കണം. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ബ്രാക്കറ്റ് ഇടുന്നത്. അല്ലാതെ ബ്രാക്കറ്റ് ഇടാതെ ഇൻറ്റു എന്ന് എഴുതി വെച്ചിട്ടുള്ളത് അത് തെറ്റാണ്. ബ്രാക്കറ്റ് ഇടാതെ മാത്രം ഇൻറ്റു ആണ് എഴുതി വെക്കുന്നെങ്കിൽ ടാൻ 25 എക്സ് കൊണ്ട് മാത്രം ഗുണിക്കുക നടക്കും. അപ്പൊ ഈ 10 കൊണ്ട് ഗുണിക്കുക എന്ന് വരുന്നില്ല. അതുകൊണ്ട് ബ്രാക്കറ്റ് കമ്പൽസറി ആണ് ഇവിടെ. ഓക്കെ, അപ്പൊ 2 y കിട്ടി കേട്ടോ. ഇവിടെയും y കിട്ടി ടാൻ 70x, അവിടെയും y കിട്ടി ടാൻ 25 ഇൻറ്റു എക്സ് പ്ലസ് 10. ഇത് രണ്ടും y തന്നെയല്ലേ, രണ്ടിന്റെയും വില y തന്നെ. അതുകൊണ്ട് ഈ ടാൻ 70xും ടാൻ 25 ഇൻറ്റു എക്സ് പ്ലസ് 10 എന്ന് പറയുന്ന രണ്ടും തുല്യമാണ്. കാരണം ഇതിന്റെ രണ്ടിന്റെയും വിലകൾ ആരാണ്? y തന്നെയാണ്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അതാണ് എടുക്കരുത്. അതായത് ടാൻ 70x എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ടാൻ 25 ഇൻറ്റു എക്സ് പ്ലസ് 10 തുല്യമാണ്. ഇതിന്റെ കാരണം മനസ്സിലായാലോ? ഇതും y ആണ്, ഇതും y തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ടാൻ 70നും ടാൻ 25നും വിലയിട്ട് കൊടുക്കാം. അത് ടാൻ 70 ടേബിളിൽ നോക്കി മനസ്സിലാക്കുക. അതിന്റെ ഉത്തരം 2.7475 എന്നാണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ തന്നെ ഇട്ട് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഇതിനടുത്ത് ടാൻ 25 ഒക്കെ വരുന്നതല്ലേ, ഒന്നിലധികം ഇത് വരാൻ നേരത്തെ ടാൻ കോസൊക്കെ സൈനൊക്കെ വരുന്ന കേസുകളിൽ നമുക്കൊരു ക്രിയയുടെ എളുപ്പത്തിന് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ റൗണ്ട് ചെയ്യാം. ഒരെണ്ണം മാത്രം വേണമെങ്കിൽ അങ്ങനെ റൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 7, 4, 7 മൂന്നാമത് കിടക്കുന്നത് 5ൽ കൂടുതലാണല്ലോ. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തേൽ 1 കൂട്ടാം. അപ്പൊ 2.75 എക്സ് എന്ന് എടുക്കാം. അതിൽ തെറ്റില്ല. നമ്മുടെ ആൻസറിൽ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാകും ഇങ്ങനെ ഈ റൗണ്ട് ചെയ്യുന്നത് കൊണ്ട്, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ടാൻ 70x എന്ന് പറയുന്നത് 2.75x ആണ്. ഇതുപോലെയാണ് നമുക്ക് ടാൻ 25ഉം ടേബിളിൽ നോക്കി കണ്ടുപിടിക്കുക. .4663 ആണ്. ഇതിനെ നമുക്ക് റൗണ്ട് ചെയ്യാം. ഓക്കെ, റൗണ്ട് ചെയ്യുമ്പോൾ മൂന്നാമത് കിടക്കുന്ന അക്കം നോക്കുക, 6 ആണ്, 5ൽ കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പുറത്തൊന്ന് കൂട്ടി 4, 7 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ 0.47 ഇൻറ്റു എക്സ് പ്ലസ് 10. ഓക്കെ, അപ്പൊ നമ്മൾ ടാൻ 70ന്റെ ടാൻ 25ന്റെ വില ഇട്ട് കൊടുത്തു. ഇനി ക്രിയ ചെയ്താൽ മാത്രം മതി. 2.75x ഇനി 0.47 ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോന്ന് കൊണ്ട് ഗുണിക്കുക. കേട്ടോ, ബ്രാക്കറ്റിന് പുറത്തും ബ്രാക്കറ്റിനകത്ത് രണ്ടുപേരും വന്നാൽ ഉടനെ ചെയ്യേണ്ടത് ബ്രാക്കറ്റിന് പുറത്തുള്ളതിന് ബ്രാക്കറ്റിനകത്തുള്ള ഓരോന്നും കൊണ്ട് ഗുണിക്കലാണ്. 0.47 എക്സ് കൊണ്ട് ഗുണിച്ചാൽ 0.47x. 0.47 10 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ എന്നിട്ട് നടുക്കത്തെ ചിഹ്നം ഇടുക പ്ലസ് 0.47 10 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ കേട്ടോ 10 കൊണ്ട് ഗുണിക്കുന്നതിന് ഒരു സ്ഥാനം വലത്തോട്ട് മാറ്റി കുത്തിട്ടാൽ മതിയല്ലോ. അപ്പൊ 4.7 എന്ന് വരും. ഓക്കെ, ഇത്ര എഴുതിയത് മനസ്സിലായല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആലോചിച്ച് നോക്കുക. ഇവിടെ 2.75x, അവിടെ 0.47x പ്ലസ് 4.7. ഇതിൽ 4.7ന്റെ കൂടെ മാത്രമേ എക്സ് ഇല്ല, ബാക്കി രണ്ടെണ്ണത്തിൽ എക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എക്സ് എല്ലാം കൂടെ ഒരു സൈഡിലും എക്സ് ഇല്ലാത്ത സംഖ്യ മറ്റേ സൈഡിലും ആക്കി നമുക്ക് മാറ്റാം. അപ്പൊ ഈ 0.47x കൂടി നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അത് അവിടെ കൂട്ടിയിരിക്കല്ലേ, ഇപ്പുറത്തോട്ട് വരുമ്പോ കുറയ്ക്കും. അപ്പൊ 2.75x ഇത് പ്ലസ് ചെയ്തിരിക്കുന്നു, ഇവിടെ വരുമ്പോ മൈനസ് വരും. 0.47x ഈക്വൽ ടു 4.7 എന്ന് വരും. അവിടെ അപ്പൊ 4.7 മാത്രമേ ഉള്ളൂ.
ഇനി 2.75x നിന്ന് 0.47x കുറയ്ക്കുക. 2.28x എന്ന് വരും കേട്ടോ. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ 2.75 നിന്ന് 0.47 കുറച്ചാൽ മതി. കുറയ്ക്കുമ്പോൾ 2.28 എന്ന് കിട്ടും. എന്നിട്ട് അതിന്റെ കൂടെ ആ എക്സ് കൂടി ചേർത്ത് എഴുതുക. അപ്പൊ 2.28x സമം 4.7. ഓക്കെ, ഇത്രയും മനസ്സിലായില്ല, എഴുതുക. നമുക്കിത് ബാക്കി ഇവിടെ ചെയ്യാം. അപ്പൊ 2.28x സമം 4.7. അടുത്ത നമുക്ക് എക്സ് മാത്രം ഇവിടെ ഇടാം. ഈ 2.28നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ എക്സ് സമം 4.7 ബൈ 2.28. ഓക്കെ, ഇനി എന്താണ് എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക? ഇവിടെ ഛേദത്തിന് പോയിന്റ് പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഛേദത്തിന് പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെ ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഛേദത്തിൽ ഇവിടെ 2 സ്ഥാനം മാറിയാണ് പോയിന്റ് കിടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ വലത്തോട്ട് 2 സ്ഥാനം മാറ്റാൻ എന്തുണ്ട് വഴി എന്ന് ആലോചിച്ച് നോക്കണം. എന്തുണ്ട്? അപ്പൊ 2 0 ഉള്ള 10ന്റെ പവർ കൊണ്ട് ഗുണിക്കണം. അപ്പൊ 2 0 ഉള്ള 10ന്റെ പവർ ഏതാണ്? അത് 100 ആണ്. അതുകൊണ്ട് താഴെ മുകളിലും 100 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. ഓക്കെ, ഇത് സെന്ററിൽ ഇട്ടാൽ മതി. അപ്പൊ ഗുണിക്കുമ്പോൾ എന്ത് വരും? 4.7 100 ഗുണിക്കും. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പൊ 2 സ്ഥാനം മാറണമല്ലോ. 2 പൂജ്യങ്ങളാണ്, 2 സ്ഥാനം വലത്തോട്ട് മാറണം. അപ്പൊ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുമ്പോൾ 470 എന്ന് വരും. 2.28നെ 100 കൊണ്ട് കുടിക്കുമ്പോൾ 2 സ്ഥാനം വലത്തോട്ട് മാറുമ്പോൾ 228 എന്ന് വരും. കണ്ടോ? ഇനി 470നെ 228 കൊണ്ട് ഹരിച്ചാൽ മതി, എക്സിന്റെ വില കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഹരിക്കാം. 470നെ 228 കൊണ്ട് ഹരിക്കുക. ഇവിടെ 3 ഇവിടെ 3. 228 407 എത്ര പ്രാവശ്യം നോക്കൂ. ഇവിടെ 200, അവിടെ 400, പിന്നെ 28 അതിന്റെ ഇരട്ടിയൊക്കെ കൂടുതലുണ്ടല്ലോ 70. അപ്പൊ 2 തവണ ഉണ്ടാകും. ഗുണിക്കുക. 8 2 16 6 ശിഷ്ടം 1 2 4 1 5 2 4. അപ്പൊ 456 എന്ന് കിട്ടും. കുറയ്ക്കണം. കുറയ്ക്കുമ്പോ 14 എന്ന് വരും. ഇനി പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ എത്ര പൂജ്യം വേണമെങ്കിലും ഇടാമല്ലോ. ആദ്യത്തെ പൂജ്യം ഇറക്കി എഴുതുക. ഉത്തരത്തിലേക്ക് പോയിന്റ് ഇട്ട് കൊടുക്കുക. 140ൽ 228 എത്ര പ്രാവശ്യം? അടങ്ങില്ല. കാരണം 228 ചെറുതാണ് 140. അപ്പൊ അടുത്ത 0 കൂടി ഇറക്കി എഴുതി കൊടുക്കുക. അപ്പൊ ഉത്തരത്തിൽ ഒരു പൂജ്യം ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് 0 ഇറക്കി കൊടുക്കുമ്പോൾ അവിടെ പോയിന്റ് ഇട്ടു. പിന്നെ ഒരു 0 ഇറക്കി കൊടുക്കുമ്പോൾ അത് ആൻസറിൽ ഇട്ട് കൊടുക്കാൻ മറന്നുപോയാൽ ആൻസർ തെറ്റും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി 1400ൽ 228 എത്ര തവണ അടങ്ങുന്നു നോക്കുക. 200 1400 2 7 ആണ്. 7 തവണ. പക്ഷെ 28നെ 7 കൊണ്ട് ഗുണിക്കാൻ നേരത്ത് 1400 കൂടുതൽ വരും. അതുകൊണ്ട് 7 തവണ കാണില്ല. നമുക്ക് 6 തവണ നോക്കാം. ഓക്കെ, 6 8 48 8 ശിഷ്ടം 4 2 12 4 16 6 ശിഷ്ടം 1 2 12 1 13. കറക്റ്റ് 7400 തൊട്ട് താഴെയല്ലേ കിട്ടിയത്? 1368. ഓക്കെ, കുറയ്ക്കുമ്പോൾ 32 എന്ന് വരും. ഓക്കെ, ഇനി ഒരു 0 ഇട്ട് കൊടുക്കുന്നതിന് തകരാറില്ല. 320ൽ എത്ര പ്രാവശ്യം? തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം. കാരണം 200 2 തവണ ഗുണിക്കാൻ നേരത്തിലുണ്ടാവും 456 വരും. ഇത് അത്രയില്ലല്ലോ. 320 അപ്പൊ ഒരു തവണ മതി. നമുക്ക് പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം കിട്ടിയില്ലേ. ഇനി ഇത് ഒന്നുകൊണ്ട് 228 താഴെ എഴുതി ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ നമുക്ക് ആൻസർ വരും 2.061. റൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ 2.06 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, എക്സ് ഇതാണ് തോടിന്റെ വീതി. അപ്പൊ നമുക്ക് തോടിന്റെ വീതി കിട്ടി. പക്ഷെ നമുക്ക് y കൂടെ കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കാം. y സമം y കാണാൻ 2 സൂത്രവാക്യം ഉണ്ടായിരുന്നു ഇല്ലേ? നമ്മളത് തൂത്തുപോയി. എന്തൊക്കെയായിരുന്നു y കാണാൻ 2 സൂത്രവാക്യം? tan 70x ഉണ്ടായിരുന്നു, tan 25 × x + 10 ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ tan 70x ഉണ്ടായിരുന്നു. അപ്പൊ tan 70x വില നമ്മൾ റൗണ്ട് ചെയ്ത് എഴുതിയത് 2.75x എന്നല്ലായിരുന്നു. ഓക്കെ, നമ്മൾ അത് ഇവിടെ എഴുതിയിരുന്നു, തൂത്തുപോയി. അപ്പൊ 2.75x ആയിരുന്നു y. അവിടെ y കാണാൻ 2 സൂത്രവാക്യം ഉണ്ടായിരുന്നു. tan 70x ഉണ്ടായിരുന്നു, tan 25 × x + 10 ഉണ്ടായിരുന്നു. അതിന് കൂട്ടത്തിൽ സിമ്പിൾ ആയിട്ടുള്ളത് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അതിലേറ്റവും സിമ്പിൾ tan 70x അല്ലേ? അപ്പൊ tan 70ന്റെ വിലയെ x കൊണ്ട് ഗുണിച്ചാൽ മതി. tan 70ന്റെ വില നമ്മൾ റൗണ്ട് ചെയ്ത് എടുത്തിരുന്നത് 2.75 ആയിരുന്നു. അതിനെ x കൊണ്ട് ഗുണിക്കുക. സമം 2.75 × x-ന്റെ വില ഇപ്പോൾ കിട്ടി 2.06. ഇനി ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 275നെ 206 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, ഇപ്പൊ ഗുണിക്കുമ്പോൾ 56,650 കിട്ടും. ഇനി ഇവിടെ 2 സ്ഥാനമുണ്ട്, ഇവിടെ 2 സ്ഥാനം, ടോട്ടൽ 4 സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പൊ 5.665 എന്ന് വരും. ഇവിടെ മൂന്നാമത് കിടക്കുന്ന 5 ഒന്ന് റൗണ്ട് ചെയ്ത് എഴുതുക. അപ്പൊ 5.67 എന്ന് വരും. ഓക്കെ, 5.67 എന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതാം. കണ്ടോ? മനസ്സിലായല്ലോ? റൗണ്ട് ചെയ്യുന്നത് 1 2 3 പോയിന്റ് കഴിഞ്ഞ് മൂന്നാമത് കിടക്കുന്ന 5 5ൽ കൂടുതലോ ആണെങ്കിൽ സെക്കൻഡ് പ്ലേസിൽ 1 കൂട്ടി എഴുതിയാൽ അങ്ങനെയാണ് 5.67 വരുന്നത്. ഇപ്പൊ നമുക്ക് y കിട്ടി, x കിട്ടി. ഇനി നമുക്ക് എന്ത് എഴുതാം? x എന്ന് പറയുന്നത് വിഡ്ത് ഓഫ് ദി കനാൽ ആയിരുന്നു, ശരിയല്ലേ? അപ്പൊ നമുക്ക് എഴുതാം വിഡ്ത് ഓഫ് ദി കനാൽ. കനാലിന്റെ വീതി
തോടിന്റെ വീതി എന്ന് പറയുന്നത് എക്സ് ആയിരുന്നു. എക്സ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 2.06 മീറ്റർ എന്ന്. ഓക്കെ, ഇനി അടുത്തത് ഹൈറ്റ് ഓഫ് ദ ട്രീ, മരത്തിന്റെ ഉയരം. ഹൈറ്റ് ഓഫ് ദ ട്രീ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വൈ ആൻസർ എടുത്ത് എഴുതരുത്. ആ വൈയുടെ കൂടെ ഈ 1.5 കൂടെ കൂട്ടാനുണ്ടല്ലോ. നമ്മളിപ്പോ കണ്ടുപിടിച്ചത് എഫ് മുതൽ ജി വരെയാണ്. മരത്തിന്റെ ചുവട് ഇ മുതലാണല്ലോ. അപ്പൊ ഇ മുതൽ എഫ് വരെ നമ്മൾ ആളിന്റെ ഉയരം തന്നെ സങ്കല്പിച്ചായിരുന്നു 1.5. അത് കൂട്ടാൻ മറന്നു പോകരുത്. അതുകൊണ്ട് ആ വൈയുടെ കൂടെ 1.5 കൂടെ കൂട്ടുന്നതാണ് ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മറന്നുപോയാൽ ആൻസർ നമുക്ക് മാർക്ക് കുറയും. അപ്പൊ നമുക്ക് എഴുതാം, വൈ എന്താണ് കിട്ടിയത്? വൈ കിട്ടിയത് 5.67 ആണ്. പ്ലസ് 1.5 കൂട്ടാൻ നേരത്ത് 7.17 മീറ്റർ ആണ് കിട്ടും. ഓക്കെ, ശരിയല്ലേ? 5.67ന്റെ കൂടെ 1.5 കൂടെ കൂട്ടുക. 7, 6, 5, 11, 1, ശിഷ്ടം 1, 7. അപ്പൊ 7.17 മീറ്റർ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, നമ്മുടെ വിലയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. ടെക്സ്റ്റിൽ ഇതിന്റെ ആൻസർ ഉണ്ട്, ചെറിയ വേരിയേഷൻ ഉണ്ട്. അതിന്റെ കാരണം നമ്മൾ ഇവിടെ റൗണ്ട് ചെയ്ത് എഴുതിയത് കൊണ്ടാണ് കേട്ടോ. ടെക്സ്റ്റിൽ അത് റൗണ്ട് ചെയ്ത് എഴുതിയിട്ട് നിങ്ങൾ റൗണ്ട് ചെയ്ത് എഴുതിയോട് ചെറിയ വേരിയേഷൻ വന്നുകൊണ്ട് കുഴപ്പമില്ല. ഫുൾ മാർക്ക് ഇതിന് വേണ്ടി പേടിക്കണ്ട, ഇങ്ങനെ ചെയ്യാം നമുക്ക്. ഓക്കെ, എല്ലാവരും എഴുതിയെടുക്കുക. അടുത്ത ചോദ്യം വായിക്കാം. പേജ് 122 ഒരു പ്രാക്ടീസ് കോളം ഉണ്ട്. നിങ്ങളുടെ ഈ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ പ്രാക്ടീസ് കോളമാണ്. അതിൽ ആദ്യ ചോദ്യം വായിക്കാം. സൂര്യൻ 40 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ ഒരു മരത്തിന്റെ നിഴലിന്റെ നീളം 18 മീറ്റർ ആണ്. മരത്തിന്റെ ഉയരം എത്രയാണ്? ഇതാണ് ചോദ്യം. ചോദ്യം എഴുതാൻ നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. When the sun is at an elevation of 40 degree, the length of the shadow of a tree is 18 meters. What is the height of the tree? Okay, ചോദ്യം എഴുതാൻ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള ഡേറ്റാസ് വെച്ചുകൊണ്ട് അതൊരു പടം വരയ്ക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു മരത്തിന്റെ നിഴലിന് 18 മീറ്റർ നീളമുണ്ട്. ഓക്കെ, സൂര്യൻ അപ്പുറത്താണ് നിൽക്കുന്നത്, ഈ സൈഡിൽ മുകളിലാണ് നിൽക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിഴല് അതിന്റെ ഇപ്പുറ സൈഡിലായിരിക്കും. മരത്തിന്റെ വലതുവശത്താണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ നിഴല് ഇടതുവശത്തായിരിക്കും. ഓക്കെ, നിഴലാണ് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്നത് കേട്ടോ. ഇത് നിഴലാണ്. ഇത് 18 മീറ്റർ നീളമുണ്ടെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് നിഴലിന്. ഓക്കെ, അപ്പോ സൂര്യൻ 40 ഡിഗ്രി മേൽക്കോണിലാണ് എന്ന് പറഞ്ഞാൽ ആ നിഴലിന്റെ എൻഡിൽ നിന്നുകൊണ്ട് ഒരാള് മരത്തിന്റെ മുകളിലൂടെ നോക്കിയാൽ കറക്റ്റ് സൂര്യനെ കാണാൻ സാധിക്കും. ഓക്കെ, കാരണം അങ്ങനെ വരുന്നത് കൊണ്ടാണല്ലോ നിഴൽ ഇവിടെ വന്ന് പതിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇവിടെ ആളിന്റെ ഉയരം തന്നിട്ടില്ല, ഒരാൾ നോക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ പോയിന്റ് തന്നെ ആളാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അതുകൊണ്ട് എത്ര ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്? 40 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അപ്പൊ പടം വരച്ച് മനസ്സിലായല്ലോ. ഇതാണ് ട്രീ ഉണ്ടോ? ഇത് നിഴലിന്റെ നീളമാണ് 18 മീറ്റർ. ആ നിഴലിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് സൂര്യനെ നോക്കുകയാണെങ്കിൽ 40 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടും. ഓക്കെ, ഇത് വരയ്ക്കുന്നതിന് ഒരു മാർക്കുണ്ട്. നമുക്ക് ഇതിന് പേര് കൊടുക്കാം ABC. കണ്ടുപിടിക്കേണ്ടത് മരത്തിന്റെ ഉയരമാണ്. മരത്തിന്റെ ഉയരം എന്നിവിടെ പറയുന്നത് BC ആണ്. ഓക്കെ, നമുക്ക് ആവശ്യമായ ഡേറ്റാസ് എല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഈ പടം വരയ്ക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് വളരെ ഈസിയാണ്. നോക്കൂ, ഒരു റൈറ്റ് ആംഗിളിന്റെ ഒരു അക്യൂട്ട് ആംഗിൾ ഉണ്ട്, ഒരു ന്യൂനകോൺ തന്നിട്ടുണ്ട് 40 ഡിഗ്രി. ഒരു വശവും തന്നിട്ടുണ്ട് 18 മീറ്റർ ആണ്. ഓക്കെ, 18 മീറ്റർ. ഇനി ഇതിന്റെ എന്ത് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട മരത്തിന്റെ ഉയരം അത് ഈ ന്യൂനകോണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എതിർവശമാണ്. തന്നിട്ടുള്ളതും 18 മീറ്റർ ആണല്ലോ അളവ് തന്നിട്ടുള്ളത്. അളവ് തന്നിട്ടുള്ളതും കണ്ടുപിടിക്കാനുള്ളതുമായിട്ടാണ് എപ്പോഴും കണക്ട് ചെയ്തിട്ടുള്ളത്. ഞാനിത് ആവർത്തിച്ച് പറയുന്നതിന് കാരണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, ഇത്രയൊക്കെ കേട്ടിട്ട് ഇത് മനസ്സിലാകാത്ത കുട്ടികളുണ്ട്. എനിക്കത് നേരിട്ട് ഒരാളെ ഞാനിപ്പോൾ ഒരു കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒരാളോട് ചോദിച്ചു, എന്റെ ഈ വീഡിയോ കാണുന്ന ഒരാളോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇത് എങ്ങനെ വന്നു, ഈ ഓപ്പോസിറ്റ് സൈഡ് ടാൻ എങ്ങനെ വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പം ഭൂരിപക്ഷം കുട്ടികൾക്ക് മനസ്സിലാവുമെങ്കിലും ചിലർക്കെങ്കിലും ഇങ്ങനെ പറയാൻ നേരത്ത് മനസ്സിലാകാത്തവരുണ്ട്. ഓക്കെ, അതിനുവേണ്ടിയാണ് അവർക്കും കൂടി അവരെയും കൂടി ഉദ്ദേശിച്ചാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡാണ് നീളം തന്നിട്ടുള്ളത്. അങ്ങനെ വേണം എപ്പോഴും ആലോചിക്കാൻ. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡിന്റെ ട്രിഗണോമെട്രിക് റേഷ്യോ ഏതാണെന്ന് ആലോചിക്കുക. ഏതാണ്? ടാൻ അല്ലേ? ഇപ്പൊ സൈൻ ആയിരുന്നെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. തന്നിട്ടുള്ള ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നെങ്കിൽ സൈൻ 40 എന്ന് എഴുതിയേനെ ഇല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട അഡ്ജസ്റ്റന്റ് സൈഡ് ആണ്. തന്നിട്ടുള്ളത് ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നെങ്കിൽ അഡ്ജസ്റ്റന്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസും കൂടെ ചേർന്ന് വരുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ നമ്മൾ കോസ് 40 എഴുതിയേനെ. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. തന്നിട്ടുള്ളത് അഡ്ജസ്റ്റന്റ് സൈഡ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റന്റ് സൈഡും ഉള്ള ട്രിഗണോമെട്രിക് റേഷ്യോ ഏതാണ്? ടാൻ ആണ്. അതുകൊണ്ടാണ് ടാൻ 40. അപ്പൊ നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. ഇൻ റൈറ്റ് ട്രയാങ്കിൾ ആദ്യം നമുക്ക് സൂര്യൻ, മരം ഇതൊന്നും എഴുതണ്ട, അത് ഏറ്റവും ലാസ്റ്റ് എഴുതിയാൽ മതി. നമുക്ക്
നമുക്ക് ആദ്യം ഒരു മട്ടത്രികോണമാക്കിയിട്ട് അതിന്റെ കാര്യം എഴുതാം. ഇൻ റൈറ്റ് ട്രയാങ്കിൾ ABC, angle A is equal to 40 degree, AB is equal to 18 meter. ഇത്രയും ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ടാനിലേക്ക് പോവാം. ടാൻ ആണല്ലോ, അപ്പൊ കണ്ടുപിടിക്കേണ്ടത് BC ആയതുകൊണ്ട് ടാൻ വരും. ടാൻ 40 is equal to ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? BC, അഡ്ജസ്റ്റന്റ് സൈഡ് AB യുമാണ്. ഓക്കെ, വില ഇട്ട് കൊടുക്കാം. ടാൻ 40യുടെ വില ടേബിൾ ഉപയോഗിച്ച് കാണുക. ടാൻ 40യുടെ വില 0.8391 ആണ്. ഇവിടെ റൗണ്ട് ചെയ്യേണ്ട, ആകെ ഒരു ടാൻ 40 മാത്രമേ ഉള്ളൂ. ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് ഫുൾ ക്രിയ തന്നെ ചെയ്യാം. അപ്പൊ ടാൻ 40 ഈസ് ഈക്വൽ ടു BC ആണ് കണ്ടുപിടിക്കേണ്ടത് ബൈ AB യുടെ നീളം 18 ആണ്. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ BC സമം 0.8391നെ 18 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. ഇൻഡു 18 കൊണ്ട് ഗുണിച്ചാൽ മരത്തിന്റെ ഉയരം കിട്ടി. ഇത്രയുള്ള ഇതിന്റെ കണക്ക് നമുക്ക് ഗുണിക്കാം. 8391നെ 18 കൊണ്ട് ഗുണിച്ചിട്ട് 4 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. ഗുണിച്ചപ്പോൾ ഉത്തരം 1,51,038 എന്ന് കിട്ടി. അതിനെ 4 സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പൊ 15.1038 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് മൂന്നാമത് കിടക്കുന്ന 3 ആണ്. 5ൽ കുറവായ സംഖ്യയാണ്. അതുകൊണ്ട് 38 അവിടെ തൊട്ട് അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 15.10. ആ 0 ആയത് കാരണം അതും വേണേ ഒഴിവാക്കിയിട്ട് 15.1 എന്ന് എഴുതാം. ഓക്കെ, മീറ്റർ ഒന്നും ഇപ്പൊ എഴുതണ്ട. അപ്പൊ നമ്മൾ ഹൈറ്റ് ഓഫ് ദ ട്രീ എടുത്ത് എഴുതിയതിനു ശേഷം മതി. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. ഇതിനെ ഗുണിച്ചപ്പോ 15.1 ആണ് ഹൈറ്റ് ഓഫ് ദ ട്രീ, മരത്തിന്റെ ഉയരം. ഹൈറ്റ് ഓഫ് ദ ട്രീ ആയിരുന്നു BC എന്ന് പറയുന്നത്. ഈക്വൽ ടു 15.1 മീറ്റർ എന്ന് എഴുതുക. അതോടെ ആൻസർ കംപ്ലീറ്റ് ആയി. എഴുതിയതെല്ലാം മനസ്സിലായില്ല, എഴുതിയെടുക്കുക. അടുത്ത ചോദ്യം വായിക്കാം. നിങ്ങൾ ഇപ്പോൾ എഴുതിയ ചോദ്യം തൊട്ട് താഴത്തെ ചോദ്യമാണ്. സൂര്യൻ 35 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ ഒരു മരത്തിന്റെ നിഴലിന്റെ നീളം 10 മീറ്റർ ആണ്. സൂര്യൻ 25 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ അതേ മരത്തിന്റെ നിഴലിന്റെ നീളം എത്രയായിരിക്കും? ചോദ്യം എഴുതാൻ നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. When the sun is at an elevation of 35 degree, the shadow of a tree is 10 meters. What would be the length of the shadow of the same tree when the sun is at an elevation of 25 degree? Okay, ചോദ്യം എഴുതാൻ നമുക്ക് ചെയ്യാം. ഇതാണ് മരം, ഇതാണ് നിഴലിന്റെ നീളം. നിഴലിന് അപ്പൊ 10 മീറ്റർ നീളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നിഴലിന് 10 മീറ്റർ, ഇത് മരം ഇത് നിഴൽ. നിഴലിന് 10 മീറ്റർ നീളം ഉണ്ടായിരുന്നപ്പോൾ ആ നിഴലിന്റെ അറ്റത്ത് നിന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ സൂര്യനെ കണ്ടിരുന്നത് 35 ഡിഗ്രി മേൽക്കോണിലായിരുന്നു. കേട്ടോ, ഓക്കെ, ഇതാണ് സൂര്യൻ. ആ ഒരു പടം വരയ്ക്കുമ്പോൾ സൂര്യനെ ഒന്ന് വരച്ചു വെക്കണം. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുന്നതാണ്. ഓക്കെ, പരീക്ഷാ പേപ്പറിൽ ഇങ്ങനെയൊന്നും വരയ്ക്കരുത്. പരീക്ഷ പേപ്പർ നമ്മൾ മട്ടത്രികോണം മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ അറ്റത്ത് നിന്ന്, നിഴലിന്റെ അറ്റത്ത് നിന്ന് നോക്കുന്ന ഒരാൾക്ക് സൂര്യനെ 35 ഡിഗ്രി മേൽക്കോണിൽ കാണാൻ സാധിക്കും. ഓക്കെ, നിഴലിന്റെ നീളം 10 മീറ്റർ ആണ്. ഇനി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സൂര്യൻ അങ്ങനെ ഇങ്ങനെ താന്നാന്ന് വരാൻ നേരത്തെ ഈ നിഴലിന്റെ നീളം കൂടുമല്ലോ, അങ്ങനെയാണല്ലോ. അപ്പൊ കുറച്ചുകൂടെ നിഴലിന് നീളം കൂടി, കണ്ടോ? അപ്പൊ അയാൾ ആ നിഴലിന്റെ അറ്റത്ത് നിന്ന് വീണ്ടും സൂര്യനെ നോക്കിയപ്പോഴത്തേക്ക് 25 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. കണ്ടോ? അപ്പൊ സൂര്യൻ താന്ന് അല്ലെ പടിഞ്ഞാറ് അസ്തമിച്ചു വരുന്തോറും താന്ന് വരുന്തോറും നിഴലിന്റെ നീളം എന്ത് ചെയ്യും? കൂടും. കണ്ടോ? അപ്പൊ നിഴലിന് എത്ര? 25 ഡിഗ്രി. അല്പസമയം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനെയാണെങ്കിൽ ഈ നിഴലിന്റെ നീളം എത്രയായിരുന്നു? ഈ 25 ഡിഗ്രി മേൽക്കോൺ കണ്ട സമയത്ത് നിഴലിന്റെ നീളം. അപ്പൊ നിഴലിന്റെ നീളം ഇവിടുന്ന് ഇവിടം വരെ 10 ആണ്. അപ്പൊ ബാക്കി നീളം കൂടി കണ്ടുപിടിച്ചാൽ മതി. ആ കണ്ടുപിടിക്കേണ്ട നീളത്തിനെ നമുക്ക് x എന്ന് സങ്കല്പിക്കാം. ഓക്കെ, ഈ മരത്തിന്റെ ഉയരത്തിനെ y എന്ന് സങ്കല്പിക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ A B C D. ഓക്കെ, ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് AC ആണ് കണ്ടുപിടിക്കേണ്ടത്. AC-യിൽ മൊത്തം, അതായത് നിഴലിന്റെ മൊത്തം നീളം, അതിൽ നമുക്ക് B മുതൽ C വരെ 10 എന്നുണ്ട്. അപ്പൊ AB കണ്ടുപിടിച്ചിട്ട് അതിന്റെ കൂടെ 10 കൂട്ടിയാൽ മതി. അപ്പൊ AC കിട്ടും. ഇത്രയുള്ള ഇതിന്റെ ഐഡിയ. ഇവിടെയും ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ, ആദ്യ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ 2 മട്ടത്രികോണം ഉണ്ട്. കണ്ടോ? മട്ടത്രികോണം BCD ഉണ്ട്, മട്ടത്രികോണം ACD ഉണ്ട്. ഈ 2 മട്ടത്രികോണം ഇങ്ങനെ വന്നാൽ ഉടനെ എന്താലോചിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്? 2 മട്ടത്രികോണത്തിലുള്ള കോമൺ ഫാക്ടർ, കോമൺ സൈഡ് ഏതാണെന്ന് ആലോചിച്ച് നോക്കുക. ഈ മട്ടത്രികോണത്തിന്റെ ഒരു പൊതുവശമാണ് CD. ഈ ACD എന്ന് പറയുന്ന മട്ടത്രികോണത്തിന്റെ ഒരു പൊതുവശമാണ് CD. ഇപ്പൊ 2 ത്രികോണം ഉപയോഗിച്ചും ആ CD കോമൺ സൈഡ് കണ്ടുപിടിക്കുക. അതിനുശേഷം ആ കോമൺ സൈഡ് ഈക്വൽ ആണെന്ന് എടുത്ത് എഴുതുക. അപ്പൊ നമുക്ക് എക്സിന്റെ വില കിട്ടും. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു വന്നിരുന്നില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഓരോ ത്രികോണമായിട്ട് ചെയ്യാം. ഫസ്റ്റില് ഇൻ റൈറ്റ് ട്രയാങ്കിൾ BCD, അത് നമുക്ക് ഈ ചെറിയ ത്രികോണം എടുക്കാം. കേട്ടോ,
മട്ട ത്രികോണം ബി സി ഡിയിൽ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് എഴുതുക. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 35 ഡിഗ്രി, ബി സി ഈസ് ഈക്വൽ ടു 10 മീറ്റർ. ഓക്കെ, ഇത്രയും ഈ ത്രികോണത്തിൽ ഉള്ളതാണ്. അത് വെച്ചുകൊണ്ട് നമുക്ക് y കണ്ടുപിടിക്കാം. y എന്ന് പറയുമ്പോൾ ഈ 35ന്റെ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, തന്നിട്ടുള്ളതോ അഡ്ജസ്റ്റന്റ് സൈഡ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റന്റ് സൈഡും ചേർന്ന് വരുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ ടാൻ ആണ്. ടാൻ 35 ഈസ് ഈക്വൽ ടു, ഇവിടെ വില കിട്ടുമെന്ന് തന്നെ തോന്നുന്നു. ഓക്കെ, ഇപ്പൊ ടാൻ 35 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് സി ഡി ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് ബി സി. വിലയിട്ട് കൊടുക്കുക. സി ഡി എന്ന് പറഞ്ഞാൽ y ആണ്, ബി സി എന്ന് പറഞ്ഞാൽ 10 ആണ്. ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ y ഈസ് ഈക്വൽ ടു ടാൻ 35 ഇൻറ്റു 10. ടാൻ 35നെ 10 കൊണ്ട് ഗുണിക്കുന്നതാണ്. അപ്പൊ നമുക്കിവിടെ വൈയുടെ വില കിട്ടും. ഓക്കെ, ടാൻ 35ന്റെ വില ടേബിൾ നോക്കി കണ്ടുപിടിക്കുക. 0.7002 ആണ് ടാൻ 35ന്റെ വില ഇൻറ്റു 10. 0.7002നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു സ്ഥാനം വലത്തോട്ട് മാറ്റി കുത്തുക. അപ്പൊ ഉത്തരം 7.002 എഴുതുക. ഇപ്പൊ റൗണ്ട് ചെയ്യണ്ട, ഫൈനൽ ആൻസറിൽ റൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ y കിട്ടി. ഇനി അടുത്ത മട്ട ത്രികോണം വെച്ചുകൊണ്ട്, അടുത്ത മട്ട ത്രികോണം ആരാണ്, എ സി ഡി വെച്ചുകൊണ്ട് y നമുക്ക് കണ്ടുപിടിക്കാം. ഈ എ സി ഡി വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അതിന്റെ തന്നിട്ടുള്ള സമീപവശം എന്ന് പറയുമ്പോൾ x+10 ആണ്. അവിടെ എ മുതൽ ബി വരെ എക്സും ബി മുതൽ സി വരെ 10 ആണ്. അപ്പൊ നമുക്ക് എടുത്ത് എഴുതാം. ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ സി ഡി, മട്ട ത്രികോണം എ സി ഡി എന്ന് വലിയ ത്രികോണമാണ്. എ സി ഡിയിൽ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് എഴുതുക. കോൺ എ സമം 25. ഓക്കെ, എന്നിട്ട് അടുത്ത് എഴുതണം എ ബി നമ്മൾ എക്സ് സങ്കല്പിച്ചതല്ലേ. ഇഫ് എ ബി ഈസ് ഈക്വൽ ടു എക്സ്, എ ബി സമം എക്സ് ആയാൽ എ സി ഈസ് ഈക്വൽ ടു x+10 ആണ്. ഇങ്ങനെ എഴുതണം കണ്ടോ. എ ബി സമം എക്സ് ആയാൽ എ സി സമം x+10. ഇനി നമുക്ക് അതിന്റെ റേഷ്യോ എഴുതാം. 25ന്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എതിർവശമാണ്, തന്നിട്ടുള്ളത് സമീപവശം. ഇവിടെ ടാൻ തന്നെയാണ്. അപ്പൊ ടാൻ 25 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ആരാണ്, സി ഡി ആണ് കണ്ടോ. 25ന്റെ ഓപ്പോസിറ്റ് സൈഡ് സി ഡി, അഡ്ജസ്റ്റന്റ് സൈഡ് എ സി. ഓക്കെ, വിലയിട്ട് കൊടുക്കുക. സി ഡിയെ y എന്ന് കൊടുക്കാം. ഈ സി ഡി y എന്ന് കൊടുക്കാൻ നമ്മൾ ഇവിടെ എഴുതിയില്ല. അപ്പൊ ഇവിടെ നമ്മൾ എഴുതേണ്ടതായിരുന്നു കേട്ടോ. ഇഫ് സി ഡി ഈസ് ഈക്വൽ ടു y എന്ന് ഇവിടെ എഴുതണം. ആദ്യം തന്നെ എഴുതാം. അവിടെ ഉണ്ടായിരുന്നല്ലോ സി ഡി. സി ഡി സമം y ആയാൽ എന്ന് ആദ്യ മട്ടത്രികോണം എഴുതുന്നതിന് മുമ്പ് അങ്ങനെ എഴുതി കൊടുത്തേക്കണം കേട്ടോ. ഇവിടെ y എഴുതി കൊടുത്തു. എ സിയുടെ വില എത്രയാണ്, എ സി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ടുപിടിച്ചു എ സി സമം x+10 ആണ്. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ y ഈസ് ഈക്വൽ ടു ടാൻ 25 ഇൻറ്റു x+10. ഓക്കെ, ടാൻ 25ന്റെ വിലയിട്ട് കൊടുക്കാം. $0.4663 ആണ്. അതിനെ x+10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, അപ്പൊ 0.4663 x കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 0.4663 x എന്ന് വരും. ഓക്കെ, അതിനെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നടുക്കത്തെ ചിഹ്നം ഇടുക. 0.4663യെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു സ്ഥാനം വലത്തോട്ട് മാറും. അപ്പൊ 4.663 കിട്ടും. ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം കേട്ടോ. ടാൻ 25നെ x+10 കൊണ്ട് ഗുണിച്ചുള്ള ഉത്തരമാണ് ഈ കിടക്കുന്നത്. അത് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്താണ്, y ആണ്. y ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു 7.002 എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് = 7.002 എന്ന് എഴുതി കൊടുക്കാം. മനസ്സിലായല്ലോ. ഈ ക്രിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം y ആണ്. yയുടെ ഉത്തരം നമുക്ക് നേരത്തെ കിട്ടി, അതുകൊണ്ട് അങ്ങനെ എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആലോചിച്ച് നോക്കുക. എക്സ് മാത്രം ഒരു സൈഡിൽ ഇട്ടിട്ട് കണ്ടോ, സമത്തിന് അപ്പുറത്ത് 7.002 ഉണ്ട്, ഇവിടെ 4.663 ഉണ്ട്. അപ്പൊ നമുക്ക് സംഖ്യകളെല്ലാം ഒരു സൈഡിലും എക്സ് മാത്രമുള്ള ഒരു സൈഡിലും. അപ്പൊ ഇവിടെ 4.663യെ സമത്തിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും, 0.4663x എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ചെയ്തിരിക്കുന്ന അപ്പുറത്ത് വരുമ്പോൾ മൈനസ് ചെയ്യും. 7.002 മൈനസ് 4.663 എന്ന് വരും. ഓക്കെ, നമുക്ക് കുറയ്ക്കാം. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ അപ്പുറത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് ക്രിയ രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുകയാണ്. നിങ്ങൾ ഇങ്ങനെ റൈറ്റ് സൈഡിൽ തന്നെ 4.663 എഴുതിയതിനു ശേഷം മാർജിനിൽ വേണം കുറയ്ക്കാൻ കേട്ടോ. അപ്പൊ 12 3 കുറച്ചാൽ 9, 9 4 പോയാൽ 3, 9 4 പോയാൽ 3, 6 4 കുറച്ചാൽ 2. അപ്പൊ 2.339 കിട്ടും 0.4663x. ഓക്കെ, ഇനി നമുക്ക് എക്സിന്റെ വില കണ്ടുപിടിക്കാം. ഇത് തൂക്കാം. അപ്പൊ 0.4663x എന്ന് പറയുന്നത് 2.339 എന്ന് കിട്ടി. ഓക്കെ,
അടുത്ത നമുക്ക് എക്സ് മാത്രം ഇവിടെ ഇട്ടിട്ട് 0.4663 അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഇവിടെ ഇൻഡ്യൂ ചെയ്തിട്ട് അവിടെ ചിലപ്പോൾ ഡിവൈഡ് ആകുമല്ലോ. അപ്പൊ എക്സ് ഈസ് ഇക്വൽ ടു 2.339 ഡിവൈഡ് ചെയ്യുക 0.4663 കൊണ്ട്. ഓക്കെ, ഇവിടെ 4 സ്ഥാനം, അവിടെ ഛേദത്തിൽ എത്ര സ്ഥാനം? 4 സ്ഥാനം. അതുകൊണ്ട് 4 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക. 10,000 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം. ഇൻഡു നടുക്കിട്ടാൽ മതി. ഓക്കെ, അപ്പൊ എന്ത് ഉത്തരം വരും? ഇവിടെ 4 സ്ഥാനം വലത്തോട്ട് മാറുമ്പോൾ ഒരു പൂജ്യം കൂടെ വരും. കാരണം പോയിന്റ് കഴിഞ്ഞ് 3 അക്കമല്ലേ ഉള്ളൂ. അപ്പൊ 23,390 ഉണ്ടോ? 4 സ്ഥാനം മാറുമ്പോൾ ഒരു പൂജ്യം കൂടെ വരും. അതാണ് ഈ പൂജ്യം. 4000. ഇവിടെ 4 സ്ഥാനം മാറുമ്പോൾ കറക്റ്റ് ഈ 3ന്റെ ഇപ്പുറത്ത് വരും. അതുകൊണ്ട് 4663 കൊണ്ട് ഹരിക്കുമ്പോൾ എക്സ് കിട്ടും. നമുക്ക് ഹരിച്ചു നോക്കാം. ഇവിടെ ഹരിക്കാം. 4663 ഹരിക്കാം. ഓക്കെ, അത് ഇവിടെ 4 അക്കം, ഇവിടെ 4 അക്കം എടുത്ത് നോക്കാം. പക്ഷേ ഇവിടെ 4000, ഇവിടെ 2000 ഉള്ളതുകൊണ്ടാണെങ്കിൽ അതുകൊണ്ട് ഇവിടെ 5 അക്കം തന്നെ എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2 അക്കം സ്കോർ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെയും 2 അക്കം മാറ്റാം. എന്നിട്ട് 46 233 എത്ര വട്ടം അടക്കുന്നു ആലോചിച്ച് നോക്കാം. ഓക്കെ, 4 5 അല്ലേ 20, ശരിയല്ല? 40ന് 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 200 കിട്ടും. അല്ലെങ്കിൽ I4 20. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു 5 തവണ കാണാം. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. I3 15 5 ശിഷ്ടം 1, I6 30 31 ശിഷ്ടം 3, I6 30 33 3 ശിഷ്ടം 3, I4 20 23. വളരെ കറക്റ്റാണ്. 23 390, ഇവിടെ 23 315. ഇതിനൊക്കെ കുറവല്ലേ? അപ്പൊ നമുക്ക് കുറയ്ക്കാം. ഉത്തരം 75 എന്ന് കിട്ടും. കുറയ്ക്കുമ്പോൾ ഉത്തരം 75. പോയിന്റ് കഴിഞ്ഞ് 0 ഇട്ട് കൊടുക്കുക. ഇവിടെയും 0 ഇടുക. ഉത്തരത്തില് പോയിന്റ് ഇടുക. പക്ഷെ 750 അതുകൊണ്ട് ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഉത്തരത്തിലും ഒരു 0 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി 7500 4663 എത്ര തവണ കിടക്കും? തീർച്ചയായിട്ടും ഒരു തവണ. കാരണം 4000ന് 2 ഗുണിക്കുമ്പോൾ 8000 വരും. ഇവിടെ 7000 അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു തവണ 4663 കുറയ്ക്കുക. ഇനി ഒരു സംഖ്യയോടെ കണ്ടുപിടിക്കണം. അതിനാണ് റൗണ്ട് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാനാണ്. അപ്പൊ 10 ന്ന് 3 കുറച്ചാൽ 7, 9 4 പോയാൽ 3, 14 4 പോയാൽ 8, 6 4 പോയാൽ 2. ഇപ്പൊ 2837 കിട്ടും. ഇനി പോയിന്റ് കഴിഞ്ഞ് അങ്ങോട്ട് എത്ര പൂജ്യം കൊണ്ട് ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പൊ 28370. ഇവിടെ 2 സ്ഥാനം മാറ്റി, ഇവിടെ 2 സ്ഥാനം മാറ്റി. 46 283 എത്ര തവണയെന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് 6 കൊണ്ട് ഗുണിച്ച് നോക്കാം. 3 6 18 8 ശിഷ്ടം 1, 6 36 1 37 7 ശിഷ്ടം 3, 6 36 3 39 9 ശിഷ്ടം 3, 6 4 24 3 27. അപ്പൊ ജസ്റ്റ് ഉണ്ടോ 28ന്റെ തൊട്ട് താഴെക്കിടയിൽ 27. അപ്പൊ ഇത് തന്നെയാണ് ഉത്തരം. 5.016 5.016 ആണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നീളലിന്റെ നീളം എഴുതാൻ എക്സ് കിട്ടി. നീളലിന്റെ നീളം, ലെങ്ത് ഓഫ് ഷാഡോ, നിഴലിന്റെ നീളം. നിഴലിന്റെ നീളം എന്ന് പറയുന്നത് AC ആണ്. AC എന്ന് പറയുന്നത് x+10 ആണ്. ഉണ്ടാവും. ഈ കിട്ടിയ ഉത്തരത്തിനെ 10 കൊണ്ട് കൂട്ടുക. അപ്പൊ 5. ഈ കിട്ടിയ ഉത്തരം നമുക്ക് റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ 5.02 എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, അപ്പൊ 5.02 + 10. 10ഉം 5ഉം കൂടെ കൂടുമ്പോൾ 15. അപ്പൊ 15.02 മീറ്റർ എന്ന ആൻസർ കിട്ടും. ഓക്കെ, എല്ലാവരും മനസ്സിലായാലോ ചെയ്തത്? എല്ലാവരും എഴുതിയെടുക്കുക. ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവണം. ഇന്ന് ചെയ്തുള്ള കണക്കുകളെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്നുള്ള കണക്കുകളും നോട്ടിഫിക്കേഷനും കൂടി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുക. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇപ്പോൾ ചെയ്തിട്ടുള്ള കണക്കുകളെ സംബന്ധിച്ചുള്ള സംശയങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റുകളായി രേഖപ്പെടുത്താം. നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. തുടർന്നുള്ള കണക്കുകളുമായി ഞാൻ വീണ്ടും വരും പുതിയ വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.